കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനെ കണ്ടെത്താനുള്ള തെരച്ചിലിൽ ചില സുപ്രധാന വിവരങ്ങൾ ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. ഡീപ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ ലോഹസാന്നിധ്യം കണ്ടെത്തി. മണ്ണിനടിയിൽ ഏതാണ്ട് 8 മീറ്റർ താഴ്ചയിൽ ലോറിയുടെ വലുപ്പത്തിലുള്ള സിഗ്നൽ ലഭിച്ചു എന്നാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന സംഘത്തിലുള്ള ആളുകൾ വിശദീകരിക്കുന്നത്. മേഖല മാർക്ക് ചെയ്ത് അവിടെ തെരച്ചിൽ തുടരുകയാണ്. അരുൺ പൂപ്പറമ്പ് ടെലിഫോൺ ലൈനിൽ. അരുൺ, ഈ രക്ഷാപ്രവർത്തക സംഘത്തിലുള്ളവരിൽ നിന്ന് നമുക്കറിയാൻ കഴിയുന്നത് അത് ഒരു ലോഹ ഭാഗമാണ്, അത് കുറച്ച് വലുതാണ്. 8 മീറ്റർ താഴ്ചയിൽ നിന്നാണ് അത്തരം ഒരു സിഗ്നൽ ലഭിക്കുന്നത്. വേണമെങ്കിൽ ലോറിയോ അതിന് സമാനമായ ഒരു വസ്തുവോ ആകാം എന്ന് കരുതുന്നു. സ്വാഭാവികമായും ഈ ഘട്ടത്തിൽ അതൊരു ലോറിയാകാം എന്ന് നമുക്ക് വലിയ അത്തരമൊരു സൂചന ഈ സിഗ്നലുകളിൽ നിന്ന് വരുന്നുണ്ട്. ആ തെരച്ചിൽ എങ്ങനെ പുരോഗമിക്കുന്നു? അവിടെ കൂടുതൽ ആളുകളെയൊക്കെ എത്തിക്കാൻ കഴിയുന്നുണ്ടോ? സൈന്യത്തിന്റെ വലിയ സംഘം പരിചയസമ്പന്നനാണല്ലോ അവിടെ ഇപ്പോൾ ഈ പരിശോധനയ്ക്ക് നേതൃത്വം നൽകുന്നത്, അല്ലേ? സൈന്യത്തിന്റെ സാന്നിധ്യം അവിടെയുണ്ട്. സൈന്യത്തിന്റെ നേതൃത്വത്തിൽ തന്നെയാണ് അതുമായി ബന്ധപ്പെട്ട പരിശോധന നടക്കുന്നത്. നിലവിൽ ഈ രക്ഷാ ദൗത്യ സംഘത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് നിലവിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന സിഗ്നലുകൾക്ക് അപ്പുറത്തേക്ക് കുറച്ചുകൂടി ഈ ലോറിയുടെ പ്രൊഫൈൽ ആണെന്ന് തോന്നിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ആ രീതിയിലാണ് അതിലൊരു ഈ ലോഹ സാന്നിധ്യം കണ്ടെത്തിയിട്ടുള്ളത്. സ്വാഭാവികമായും അത് നമുക്ക് വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. നിലവിൽ നമുക്ക് ഇതിനു മുമ്പും ഈ തെരച്ചിലിൽ ഈ സിഗ്നലുകൾ, റഡാർ പരിശോധനയിലൊക്കെ സിഗ്നലുകൾ ലഭിച്ചിരുന്നെങ്കിൽ പോലും ഇത്രത്തോളം ഒരു ക്ലാരിറ്റി ഉള്ള സിഗ്നൽ ലഭിച്ചിട്ടില്ല എന്നതാണ് ഈ രക്ഷാ ദൗത്യ സംഘത്തിൽ ഉൾപ്പെട്ട അംഗങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു ഈ രക്ഷാപ്രവർത്തനത്തിന്റെ നിർണായക ഘട്ടമാണ് എന്ന് നമ്മൾ വിലയിരുത്താനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം അതാണ്. അതുകൊണ്ട് അതിന്റെ അടുത്ത അപ്ഡേഷന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. നിലവിൽ ഈ സിഗ്നൽ ലഭിച്ചിടത്ത് ഇത് ലോറി തന്നെയാണെന്ന് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അതിന്റെ ഒരു മോണിറ്ററേഷൻ നടക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ നിലവിൽ ഈ മണ്ണ്, വലിയ കല്ലും മണ്ണുമാണ് അവിടെ, അത് നീക്കം ചെയ്യാനുള്ള ശ്രമങ്ങളും സമാന്തരമായി നടക്കുന്നുണ്ട്. അല്പസമയത്തിനകം നമുക്ക് അതിൽ ഒരു അപ്ഡേഷൻ, അതൊരു സ്ഥിരീകരണം ലഭിക്കും. എന്തായാലും നിലവിൽ ഈ സിഗ്നൽ, ഈ ലോറിയുടെ ഒരു പ്രൊഫൈൽ കണക്കെയുള്ള ഒരു സിഗ്നൽ ലഭിച്ചു എന്ന കാര്യം ജില്ലാ ഭരണകൂടം സ്ഥിരീകരിച്ചിട്ടുണ്ട്. രക്ഷാപ്രവർത്തകർ ഇത് ലഭിച്ച ഉടൻ തന്നെ ജില്ലാ കളക്ടറെ അത് വിളിച്ചറിയിച്ചിട്ടുണ്ട് എന്നതാണ്. അതുകൊണ്ട് നമുക്കത് സ്ഥിരീകരിക്കാം. നിലവിൽ അത് ലോറിയാണെന്ന് മാത്രം നിലവിൽ കൺഫേം ചെയ്തിട്ടില്ല, സ്ഥിരീകരിച്ചിട്ടില്ല. അതിനു വേണ്ടിയിട്ടുള്ള അടുത്ത നടപടിയിലേക്ക് കടന്നിരിക്കുകയാണ്. ഇത്തരം ഓപ്പറേഷനുകളിൽ മുമ്പും നേതൃത്വം നൽകിയിട്ടുള്ള സൈന്യത്തിന്റെ പ്രത്യേക സംഘം തന്നെ അവിടെ ഉണ്ട്. സാങ്കേതിക വിദഗ്ധരുണ്ട്. നിലവിൽ ഈ റഡാർ ഉൾപ്പെടെ പരിശോധിച്ച് നേരത്തെ പരിചയ സമ്പത്തുള്ള സാങ്കേതിക വിദഗ്ധർ അവിടെ ഉണ്ട്. അവർ അത് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം നമുക്ക് ഇതെന്താണ്, ഇത് ശരിക്കും ലോറി തന്നെയാണോ, മറ്റെന്തെങ്കിലും കണ്ടന്റാണോ, അതിനും സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. കാരണം ഈ മണ്ണിനടിയിൽ എത്രത്തോളം വാഹനങ്ങൾ ഉണ്ട് എന്ന തരത്തിലൊന്നും നിലവിൽ ഒരു വ്യക്തതയില്ല. പലതരത്തിലുള്ള വിവരങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. അതുകൊണ്ട് ആ സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല.